തിരുവനന്തപുരത്തെ ഒരു പ്രധാന ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തെക്കുറിച്ച് അറിയാത്തവർ അപൂർവം. എങ്കിലും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പുരാണ കഥകൾ ഒരിക്കൽ കൂടി ഒന്ന് ഓർത്തെടുക്കാം. ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകളുണ്ടെങ്കിലും അതിലൊരു കഥ ഇപ്രകാരം. പുരാണങ്ങളനുസരിച്ച് ദിവാകരമുനി എന്ന തുളു ബ്രാഹ്മണ സന്യാസിയാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. വിഷ്ണുവിൻ്റെ വലിയ ഭക്തനായ ദിവാകരമുനി ഒരു കാട്ടിൽ തപസ്സനുഷ്ഠിക്കുകയായിരുന്നു. ഒരു ദിവസം ഭഗവാൻ ഒരു കുട്ടിയുടെ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മുനി ആ കുട്ടിയെ തൻ്റെ കയ്യിലെടുത്ത് ലാളിച്ചു. കുട്ടിക്ക് മുനിയെയും ഇഷ്ടമായി. അദ്ദേഹം ആ കുട്ടിയോട് തൻ്റെ കൂടെ താമസിക്കാൻ അഭ്യർത്ഥിച്ചു. മുനി ഒരിക്കലും തന്നോട് ദേഷ്യപ്പെടാൻ പാടില്ല എന്ന നിബന്ധനയോടെ കുട്ടി മുനിയുടെ കൂടെ താമസിക്കാൻ തയ്യാറായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ദിവാകരമുനി ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് കുട്ടിയിൽ നിന്നുണ്ടായ ഒരു വികൃതി തരത്തെ മുനിക്ക് ശാസിക്കേണ്ടതായി വന്നു. ശകാരത്തിന്റെ കാരണം മനസ്സിലാക്കാതെ, നീ വാഗ്ദാനം ലംഘിച്ചു, അതിനാൽ എനിക്ക് നിന്നോടൊപ്പം നിൽക്കാൻ കഴിയില്ല, എന്നെ കാണണമെങ്കിൽ നീ അനന്തൻ കാട്ടിലേക്ക് വരൂ എന്നും പറഞ്ഞ് കുട്ടി ഓടിപ്പോയി. മുനിക്ക് യാതൊരുവിധ സമാധാനവും ഉണ്ടായില്ല. ഊണും ഉറക്കവുമില്ലാതെ അദ്ദേഹം ആ കുട്ടിയെ പിന്തുടർന്നു. ഒടുവിൽ കടൽ തീരത്തിനടുത്തുള്ള ഒരു വനപ്രദേശത്ത് എത്തിയപ്പോൾ കുട്ടി ഒരു മരത്തിൽ അപ്രത്യക്ഷനാകുന്നത് അദ്ദേഹം കണ്ടു. കുട്ടിയെ എടുക്കാൻ അയാൾ ഓടിയതും കുട്ടി മരത്തിൽ കയറി. തുടർന്ന് മരം നിലത്ത് വീഴുകയും മഹാവിഷ്ണു അനന്തശായിയായി മുനിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഭഗവാന്റെ ശിരസ് തിരുവല്ലത്തും പാദങ്ങൾ തൃപ്പാപ്പൂരും ഓരോ ഭാഗം തിരുവനന്തപുരത്തുമായി കാണപ്പെട്ടു. ഭഗവത് സ്വരൂപം പൂർണ്ണമായും ദർശിക്കുവാൻ കഴിയാത്തവണ്ണം വലിപ്പമുള്ളതായിരുന്നു അത്രേ. തൻ്റെ കൈവശമുണ്ടായിരുന്ന യോഗദണ്ഡിൻ്റെ 3 ഇരട്ടി നീളമായി ഭഗവത് സ്വരൂപം ദർശിക്കാനാകണമെന്ന് മുനി പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന ഫലിച്ചതിനാൽ ഇന്ന് കാണുന്ന രൂപത്തിൽ ദർശനം കിട്ടിയെന്ന് ഐതിഹ്യം. നിദ്രയിൽ വിശ്രമിക്കുന്ന നിലയിലുള്ള വിഷ്ണുവിൻ്റെ വിഗ്രഹമാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹം വളരെ വലുതാണെന്നുള്ളത് ശ്രദ്ധേയമാണ്. അത് മുഴുവൻ കാണണമെങ്കിൽ 3 വാതിലുകളിലൂടെ നോക്കണം. ആദ്യത്തെ വാതിലിലൂടെ ദേവന്റെ മുഖവും മുകൾ ഭാഗവും കാണാൻ കഴിയും. രണ്ടാമത്തെ വാതിൽ നിന്ന് ദേവന്റെ നാഭിയിൽ നിന്ന് ഉയർന്നു വരുന്ന താമരപ്പൂവിൽ ബ്രഹ്മാവിന്റെ ഒരു ദർശനം ലഭിക്കും. മൂന്നാമത്തെ വാതിലിൽ നിന്ന് ദേവന്റെ പാദങ്ങൾ കാണാം. മനോഹരമായ 7 നിലകളുള്ള മനോഹരമായി കൊത്തിയെടുത്ത ഗോപുരമാണ് ആദ്യം കാണുന്നത്. ക്ഷേത്രത്തിന്റെ ഉൾഭാഗം അതിമനോഹരമായ ചിത്രങ്ങളും ചുവർ ചിത്രങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അതിമനോഹരമായ കൊത്തുപണികളാൽ കൊത്തിയെടുത്ത കൽത്തൂണുകളും വിവിധ ഹിന്ദു ദേവതകളുടെ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഹാളുകൾ, ഇവയെല്ലാം തന്നെ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യാ സവിശേഷതകൾ തന്നെ.